ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മണിക്കൂറുകളായിട്ട് രേണു സുധിക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും കുറെ വാർത്തകളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു. രേണു സുധി ഒരിടത്തും വന്നിട്ട് ഇത് ഒഫീഷ്യലായിട്ട് എനിക്ക് ക്യാൻസർ ആണെന്ന് പുള്ളിക്കാരുടെ വായാൽ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. ഷഫീന ബീബിയുടെ വീഡിയോയിലൂടെ പുള്ളിക്കാരത്തി ഒരു വോയിസ് ആരുടെയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ എന്താണെങ്കിലും ആദ്യം ആ വോയിസ് ഒന്ന് വെക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്താണ് പരിമലയിലാണ് ട്രീറ്റ്മെന്റിന് ചേർന്നത്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന പരിമല ഹോസ്പിറ്റലില്ലേ, പരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്, പരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചാലും പറ്റി ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. അതാണ് ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇത് കേട്ടപ്പോ ഒരു ചെറിയത്. അന്നത്തെ അഹങ്കാരത്തിനൊരു കുറവുമില്ല ഇപ്പോഴും. അപ്പൊ സംഭവം ഈ സ്ത്രീയുടെ ഇപ്പൊ ഈ വോയിസ് അയച്ചേക്കുന്ന സ്ത്രീയുടെ ചേച്ചി പരിമല ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അവിടെ രേണു സുധി ചികിത്സയ്ക്ക് ചെന്ന സമയത്ത് അങ്ങനെ അവരറിഞ്ഞപ്പോൾ അവർ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ വോയിസ് പുറത്തു വന്നേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ദുബായിലോട്ട് രേണു സുധി പോകുന്നുണ്ടായിരുന്നു ഓരോ പരിപാടിക്കൊക്കെ ആയിട്ട്. അന്നേരം അവിടെ എന്തോ ഒരു കോസ്മെറ്റിക് സർജറിക്ക് ചെന്ന സമയത്ത് അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്ത സമയത്താണ് ഇതിന്റെ ഒരു സംശയം ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ നാട്ടിൽ വന്നിട്ട് ബയോപ്സി ചെക്ക് ചെയ്ത സമയത്ത് അത് കൺഫേം ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതറിഞ്ഞിട്ട് കമന്റ് സെക്ഷനിൽ പല രീതിയിലും ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. ഇതിന് പ്രൂഫ് വേണം, പ്രൂഫ് കൊണ്ടുവന്നാലേ വിശ്വസിക്കൂ, ഇവർ ഉടായ്പാണ്, ഇതും ചിലപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള തരത്തിലുള്ള കുറേ കമന്റ്സ് വരുന്നുണ്ട്. അത് വരാനുള്ള കാരണം രേണു സുധി സ്റ്റിൽ അവർക്കൊന്നും പറ്റിയിട്ടില്ല. അവർ വളരെ നോർമലായിട്ട് തന്നെയാണ്. മുമ്പ് എങ്ങനെയാണോ മീഡിയയുടെ മുന്നിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അവർ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം അവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കിച്ചുവിന്റെ ഒരു റിയാക്ഷന്റെ അടിയിൽ വന്ന ഒരു കമന്റിന് രേണു റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാനൊന്ന് വെക്കാം. കിച്ചുവിന് പറയാനുള്ളത് നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. അപ്പൊ രേണുവിനെ പറ്റി ചോദിച്ച സമയത്ത് കിച്ചുവിന്റെ റിയാക്ഷൻ ഇതായിരുന്നു. അപ്പം ഇതിന്റെ അടിയിൽ വന്ന ഒരു കമന്റിന് രേണു കൊടുത്തേക്കുന്ന മറുപടിയും കൂടെ വെക്കാം. നമസ്കാരം, രേണു സുധിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമന്റിന് പ്രതികരിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരു കമന്റ് ഇട്ടേക്കുന്നത്. മോനെ, അവളുടെ കയ്യിൽ നിന്ന്, രേണുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഋതു, അതായത് സുധിച്ചേട്ടൻ്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമന്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യേ? കുഞ്ഞിൻ്റെ ബാഗ്, ഇപ്പോൾ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ട മേടിച്ചു കൊടുക്കുക. പിന്നെ എങ്ങനെ? പിന്നെ ഈ പറഞ്ഞോളന്മാരൊരു കമന്റ് ഇടാൻ മേലെ, മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ? അതൊന്നും പറയുന്നില്ലല്ലോ. അപ്പം ഞാനല്ല എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്, അപ്പം ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോടി. പുള്ളിക്കാരത്തി ഇതുപോലെ ലൈവ് ഇടുന്നുണ്ട്, റീൽസ് ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നുണ്ട്, സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങളൊക്കെ എന്നെ ഇഷ്ടമുള്ളവരാണോ ഇല്ലാത്തവരോ? എന്നെ ഇഷ്ടമുള്ളവരൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ, ഇഷ്ടമില്ലാത്തൊരു ഇഷ്ടമില്ലാന്ന് പറഞ്ഞു. എന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണ്? എൻ്റെ സബിലുള്ളവർക്ക് ചിലവർ ഇഷ്ടമില്ലാതെ കയറിയിട്ടുണ്ട്, എൻ്റെ സബ് ലീക്കാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. താങ്ക് യു. എന്നെ ഇഷ്ടമില്ലാത്ത കൂടുതൽ ഞാൻ വെക്കാൻ നിൽക്കുന്നില്ല. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മേ ബി ഇതുകൊണ്ടായിരിക്കണം ആളുകൾ പറയുന്നത് ഇവർ ഉടായ്പാണ്, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇവർ പ്രൂഫായിട്ട് വരണമെന്ന് പറയുന്നതിന്റെ റീസൺ ഇതായിരിക്കണം. ഇത് രേണു സുധി ഇപ്പോൾ ഒരു ലൈവ് പോകുന്നുണ്ട്, നമുക്ക് നോക്കാം. നാശത്തിനെ ഒന്നും ബ്ലോക്ക് ആക്കാൻ പറ്റുന്നില്ല. ഈ നാശം പിടിച്ച് ഫോർച്യൂൻ നിന്റെ അമ്മച്ചിയെ വിളിക്കുന്ന പേര് വീണ്ടും നീ ഇവിടെ വിളിക്കരുത് കേട്ടോ. നിന്റെ തള്ള കേട്ടോ. എടാ നാണം കെട്ട നാറിയുടെ മകനെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരരുത്. ഓക്കെ വീണ ചേച്ചി, ഇപ്പം ഞാൻ ഇന്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല, ഞാൻ നല്ല തിരക്കാണ് ചേച്ചി. എനിക്ക് ഷൂട്ടും കാര്യങ്ങളും, ഇനിയിപ്പോൾ നാളെ ഷൂട്ടിന് പോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഡേറ്റ് ഇല്ല, ഷൂട്ടിന് വേണ്ടി ഞാൻ ഓട്ടമാണ്. എനിക്ക് ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ നോക്കട്ടെ. നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ നടന്നു പോകും, കുറേ കൊടിച്ചി പട്ടികൾക്ക് ഒന്നും ആകാൻ കഴിയാത്ത കുറേ കൊടിച്ചി പട്ടികൾ. പക്ഷെ എൻ്റെ റീച്ച് ഭയങ്കര കേട്ടോ, എൻ്റെ ഒരു പേര് വെച്ചാൽ ഭയങ്കര റീച്ചാണെന്നേ. അതുകൊണ്ടാണ് ഈ കൊടിച്ചി പട്ടികളിൽ നിന്ന് കുരയ്ക്കുന്നത്. നമ്മൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോയത് നമ്മളും ആ കൊടിച്ചി പട്ടി തെണ്ടി നാറി പേപ്പട്ടികളും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പം
നെവർ മൈൻഡ്. ഇപ്പം ഇതിനകത്ത് വന്നിരുന്ന് കമൻറ്റ് ഇടുന്ന കുറേ കൊടിച്ചിപ്പെട്ടികളുണ്ട്. ആ കൊടിച്ചിപ്പെട്ടികൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല. കൊടിച്ചിപ്പെട്ടികൾ കുറച്ച് നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കുറച്ച് നേരമൊക്കെ കല്ലെടുത്തെറിയും. കൊടിച്ചിപ്പെട്ടികൾ പേപ്പട്ടികൾ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കും. നമ്മൾ നെവർ മൈൻഡ്. ഇനി അതാണ് നമ്മുടെ മുന്നോട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ വലിയ സെലിബ്രേറ്റ് ഇല്ല. നമ്മൾ എന്തിനാണ് ഈ ചെറ്റകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്? ദാറ്റ്സ് ഇറ്റ്. അതാണ് രേണു. സാൻവിയ മോംസ്, ഹായ് ചേച്ചി, ഐ ലവ് യു ടു ഡിയർ, ലവ് യു, ടേക്ക് കെയർ. രേഷ്മ എന്താ വിശേഷമൊന്നുമില്ല ഡിയർ, സുഖമായിട്ടിരിക്കുന്നു. അഖില, നെഗറ്റീവിന് മാത്രം റിപ്ലൈ കൊടുക്കത്തുള്ളൂ, ഞങ്ങളും ഉണ്ട് ഒരു ഹായ് പറയാം. സോറി കേട്ടോ, ഇനി നെഗറ്റീവ് പറയുന്ന കൊടിച്ചിപ്പട്ടി തെണ്ടി പട്ടികൾ ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കും. ആ പേപ്പട്ടികളുടെ മുന്നിൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പേപ്പട്ടികൾക്ക് ഇതിലും അന്തസ്സുണ്ട്, അതുകൊണ്ട് ഞാൻ അവരെ കമൻറ്റുകൾ വായിക്കാറില്ല. വാർഡ് കമൻറ്റുകൾ ഒഴിവാക്കി തെണ്ടികൾ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക, എപ്പോഴും ഓർക്കുക. സുഖമായിട്ട് ഇരിക്കുന്നു, ഇതുവരെ സുഖമാണ്. സിനിമയിലോട്ട് ഓഫർ വരുന്നാൽ നമ്മൾ ചെയ്യും കേട്ടോ. ചേച്ചി സുഖമാണോ? ചേച്ചി കല്യാണമുണ്ടോ? ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കുട്ട. കല്യാണം അറിയില്ല, കല്യാണം കഴിക്കുമല്ലോ എന്നൊന്നും അറിയില്ല. ഇതുവരെയായിട്ട് ഒരു തീരുമാനമായിട്ടില്ല. നമുക്ക് നല്ല ഒരു ആലോചന വന്നാൽ നമ്മളത് പ്രൊസീഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ. ഇത്രയും നേരം നിങ്ങളോട് ലൈവിന് വന്ന് കുറച്ച് ദേഷ്യപ്പെട്ടെങ്കിലും പൊട്ടിത്തെറിച്ചെങ്കിലും എനിക്ക് നിങ്ങളെല്ലാം ഇഷ്ടമാണ്. നെഗറ്റീവ് പറയുന്ന തെണ്ടുകളോടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. സോ ഐ ലവ് യു ടു ഉമ്മ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഇതിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരി ലൈവ് വന്നാണ്, അപ്പോഴാണ് ഇത് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഇതിനകത്തും ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം രേണു സ്റ്റിൽ പഴയ ആ ഒരു വൈബിൽ തന്നെയാണ് വീഡിയോ ആൻഡ് എവറിത്തിങ് ഇങ്ങനെ പോകുന്നത്. പുള്ളിക്കാരത്തിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു അസുഖം ഉള്ളതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നതുമില്ല. അത് വേറെ കാര്യം. ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവർക്ക് ഇത് കൺഫേം ചെയ്തു എന്നുള്ള തരത്തിലാണ് എനിക്ക് കിട്ടിയ ന്യൂസ്. വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. രേണുവായിട്ട് എന്തെങ്കിലും വന്ന് പറയുന്നെങ്കിൽ പറയട്ടെ. അവർക്ക് ചിലപ്പം ഇത് മുന്നോട്ട് വന്ന് പറയാൻ താല്പര്യം ഉണ്ടായിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കും അവർ മുന്നോട്ട് വന്ന് പറയാത്തത്. ഇതിനി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇവരുടെ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന വർക്കും അല്ലെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വേറൊരു രീതിയിലോട്ട് മാറുമായിരിക്കും. അന്നേരം വരുന്ന വരുമാനം കുറയുമായിരിക്കും. ട്രീറ്റ്മെന്റിനൊക്കെ ശരിക്കും പൈസ ആവശ്യമുണ്ടല്ലോ. മേ ബി അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇതിപ്പം ഇതുപോലൊക്കെയുള്ള സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ഒക്കെ സ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയില്ല എന്താണെന്നുള്ളത്. ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ശത്രുക്കൾക്ക് പോലും വരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് ഞാൻ. കാര്യം എനിക്കറിയാം, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ നാട് കരുനാഗപ്പള്ളി ചവറ. നിങ്ങൾ കരുനാഗപ്പള്ളി ചവറക്കാരാണെങ്കിൽ ഇത് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ നോക്കുമ്പോൾ ഒരുപാട് കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരളത്തിലല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ള നാട് എൻ്റെ നാടാണ്. എൻ്റെ നൈബേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ, എൻ്റെ വല്യമ്മച്ചി, എൻ്റെ ചുറ്റുമുള്ള എത്രയോ പേർക്ക് ഇതുണ്ടെന്നറിയാമോ? അപ്പം ഇതൊക്കെ ഞാൻ കാണുന്നതാണ്, ഡെയിലി കാണുന്നതാണ്, അനുഭവിക്കുന്നതാണ്. ഇപ്പൊ എൻ്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു വഴിയുടെ ഒരു 100 മീറ്റർ എടുക്കുകയാണെങ്കിൽ ആ 100 മീറ്ററിൽ തന്നെ എത്രയോ വീടുകളിൽ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെന്നറിയാം. ഈ ക്യാൻസറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൊരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ മാത്രമല്ല ആ ഹോൾ ഫാമിലി അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഫിനാൻഷ്യലി, മെന്റലി, ഫിസിക്കലി എല്ലാ രീതിയിലും അങ്ങ് തറ പറ്റിച്ച് കളയും. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വിവരാവകാശത്തിന് ഒരു കത്ത് അയച്ചിട്ടിരിക്കുകയാണ്. ഇന്നലെയാണ് കൊണ്ട് അയക്കുന്നത്. ഇതായിരുന്നു ഞാൻ അതിനകത്ത് വെച്ചേക്കുന്ന മാറ്റർ. ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഡീറ്റെയിൽസ് വേണം, എന്നാലേ ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡീസ് നടത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ള നാട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റേഡിയേഷൻസ് ഉള്ള നാട് നമ്മുടെ കേരളത്തിൽ ഈ സ്ഥലമാണെന്ന് കിട്ടും. പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസിനകത്ത് അവർ പറയുന്നത് ക്യാൻസർ ഉണ്ടാക്കാൻ പാകത്തിനുള്ള റേഡിയേഷൻസ് ഒന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ ചുറ്റിലും ഇത്രയും അധികം ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ വിവരാവകാശത്തിന് അയച്ച കത്ത് ഞാനൊന്ന് വായിക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളതെന്ന്. ആവശ്യപ്പെടുന്ന വിവരങ്ങളെന്നും പറഞ്ഞിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് അയച്ചിട്ടുള്ളത്. കൊല്ലം ജില്ല, കരുനാഗപ്പള്ളി താലൂക്ക്, ചവറ താലൂക്ക് എന്നിവിടങ്ങളിൽ നിലവിൽ അല്ലെങ്കിൽ ലഭ്യമായ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം എത്ര അർബുദ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ താലൂക്കുകളിലെ ഓരോ വാർഡ് അടിസ്ഥാനത്തിലുള്ള രോഗികളുടെ എണ്ണം ലഭ്യമാക്കുക. സർക്കാരിന്റെയോ ആരോഗ്യ വകുപ്പിന്റെയോ ആഭിമുഖ്യത്തിൽ ഏതെങ്കിലും പ്രത്യേക പഠനങ്ങൾ അല്ലെങ്കിൽ ഗവേഷണങ്ങളോ നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടും പകർപ്പും ലഭ്യമാക്കുക. നിലവിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അർബുദ രോഗികളുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഏത് ജില്ലയിലാണ് അല്ലെങ്കിൽ മേഖലകളിലാണ്. മുകളിൽ പറഞ്ഞ പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അർബുദ രോഗബാധ തടയുന്നതിനും രോഗികൾക്ക് ആശ്വാസം നൽകുന്നതിനുമായി ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, പദ്ധതികൾ എന്നിവ എന്തൊക്കെയാണ്? ഇതിനായി നടപ്പിലാക്കിയ പ്രത്യേക ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ മുഴുവൻ അർബുദ രോഗ ബാധിച്ചിട്ടുള്ള സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ എന്നിങ്ങനെ
ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ ലഭ്യമാക്കുക. അങ്ങനെ ഇങ്ങനെ കുറെ നമുക്ക് വേണ്ട കുറച്ച് ഡീറ്റെയിൽസും നമുക്ക് അറിയേണ്ട കുറെ ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള ഒരു കത്താണ് ഞാൻ വിവരാവകാശത്തിന് അയച്ചിട്ടുള്ളത്. ഒരു 30 ദിവസത്തിലുള്ള അതിൻ്റെ ഒരു റിപ്ലൈ വരും. ഇത് കഴിഞ്ഞിട്ട് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. സീരിയസ്ലി നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. കാര്യം അത്ര വേസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലൂടെയാണ് എൻ്റെ നാട് കടന്നു പോകുന്നത്. ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു സാധനം കാരണം അത്രയും വേസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലൂടെയാണ്. കാര്യം ഡെയിലി കാണുന്നതാണ് ചുറ്റുപാടും. ഇന്നലെ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് വന്ന ഉമ്മായി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിൽ ആർക്കും വരാം. ഭാഗ്യം കൊണ്ട് വന്നിട്ടില്ല. മേ ബി ചിലപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഉണ്ടാവാം, പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേണുസുധിയുടെ ഈ ഒരു വാർത്ത കേൾക്കുന്നത്. ലിറ്ററലി അത് ഷോക്കിംഗ് ആയിരുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങളോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അവർക്കൊരു ആപത്ത് വരണമെന്ന് നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ കൂടെ തന്നെ നമ്മൾ ഉണ്ടാവും. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. ഇനി ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന് അവർക്ക് മുന്നോട്ട് വന്ന് പറയാൻ താല്പര്യമില്ലെങ്കിൽ അതും ഓക്കെ, അത് അവരവരുടെ ഇഷ്ടമാണ്. കുറെ വീഡിയോസിൽ കണ്ടു അവർ വന്ന് മുന്നോട്ട് വന്ന് പറയണം എന്നുള്ള രീതിയിൽ പറയുന്ന വീഡിയോസ് കണ്ടു. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അത് എനിക്ക് പറയാനുള്ളൂ. സോ ഈ സബ്ജക്റ്റിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ബൈ.